പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായം കുറിച്ചുകൊണ്ട് മൂക്കന്നൂർ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ജനകീയ വികസന മുന്നണി സ്ഥാനാർത്ഥികൾ നിർത്തി മത്സരിപ്പിക്കുകയാണ് ഈ പ്രാവശ്യം. സാധാരണ നമ്മൾ പരിചയിച്ചിരുന്നത് രണ്ട് മുന്നണികളുടെ സ്ഥാനാർത്ഥികളുടെ 3 മുന്നണികളുടെ സ്ഥാനാർത്ഥികൾ സ്ഥിരമായ ഒരു ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് മത്സരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ ഈ വർഷങ്ങളായിട്ട് നമ്മൾ കണ്ടുവരുന്നത്. ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു ഈ രാഷ്ട്രീയ അടിമത്തത്തിൻ്റെ ഒരു രീതികൾ ജനങ്ങൾക്ക് മടുത്തു കഴിഞ്ഞു. ഇതിനൊരു മാറ്റം ഉണ്ടാകണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി ഈ നാട്ടിൽ വലിയ മാറ്റങ്ങൾ വരുത്താനുള്ള താല്പര്യത്തോടു കൂടി മൂക്കന്നൂർ വികസന സമിതി ധൈര്യമായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. ജനകീയ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് നമ്മുടെ 8 സ്ഥാനാർത്ഥികൾ നമ്മുടെ ഇവിടെ ഹാജരായിട്ട് ഇവിടെ രംഗത്ത് വന്നിട്ടുണ്ട്, ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവരെ ഓരോരുത്തരായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം വിശദമായിട്ട് അവർ സംസാരിക്കുന്നതായിരിക്കും. നമ്മുടെ 1-ാം വാർഡിലെ സ്ഥാനാർത്ഥി ശ്രീ ചാക്കോച്ചൻ പാലാട്ടി, 4-ാം വാർഡിലെ സ്ഥാനാർത്ഥി ശരണ്യ ശശി, 5-ാം വാർഡ് സ്ഥാനാർത്ഥി റോസി ആന്റണി, 6-ാം വാർഡ് സ്ഥാനാർത്ഥി മിസ്റ്റർ വർഗീസ് നെൽസൺ പാലാട്ടി എന്നറിയപ്പെടുന്ന വർഗീസ്, 7-ാം വാർഡിലെ സിനോബി ജോസ്, 8-ാം വാർഡ് സ്ഥാനാർത്ഥി ശ്രീ UP ജോസ് ഉപ്പൻ, 12-ാം വാർഡിൽ ആനി സ്മിത, 13-ാം വാർഡിൽ സൂസൻ ഏലിയാസ്. എല്ലാവരുടെയും ചിഹ്നം പൈനാപ്പിൾ ചിഹ്നമാണ്. നമുക്ക് 8 സ്ഥാനാർത്ഥികൾക്ക് ഒരേ ചിഹ്നമാണ് കിട്ടിയിരിക്കുന്നത്. മൂക്കന്നൂർ പഞ്ചായത്ത് ഇലക്ഷന്റെ ചരിത്രത്തിൽ ഒരു ചരിത്രം സൃഷ്ടിക്കാൻ പോവുകയാണ് സുഹൃത്തുക്കളെ. അതിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളെല്ലാവരുടെയും സമ്മതിദാനാവേശം ഈ പൈനാപ്പിൾ ചിഹ്നത്തിൽ രേഖപ്പെടുത്തി ഇവരെല്ലാവരും വിജയശ്രീയിൽ ആനന്ദരാക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാനാർത്ഥികൾക്ക് സംസാരിക്കാൻ അവസരം കൊടുക്കുകയാണ്. നമസ്കാരം. എൻ്റെ പേര് ചാക്കോച്ചൻ പാലാട്ടി. മൂക്കന്നൂർ പഞ്ചായത്ത് മൂതമുറ്റി 1-ാം വാർഡിൽ നിന്ന് മത്സരിക്കുന്നു. വികസന സമിതിയുടെ കീഴിൽ മത്സരിക്കുന്ന പൈനാപ്പിൾ ചിഹ്നത്തിൽ നിങ്ങളെല്ലാവരും എനിക്ക് വോട്ട് ചെയ്ത് വിജയിപ്പിക്കണമെന്ന് പറയുന്നതോടുകൂടി ഞാനൊരു സൈനികനാണ്, മുൻ സൈനികനാണ്. അതുമാത്രമല്ല മിലിറ്ററി എഞ്ചിനീയറിംഗ് സർവീസിൽ പദ്ധതി രൂപീകരണവുമായി ഒരുപാട് വർക്കുകൾ ചെയ്തൊരു വ്യക്തിയാണ്. എൻ്റെ ഈ എക്സ്പീരിയൻസ് ഞാൻ ജയിക്കുകയാണെങ്കിൽ ഈ പഞ്ചായത്തിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളിൽ കൂടി കൂട്ടിച്ചേർക്കാൻ എനിക്ക് സാധിക്കും എന്ന് ഞാൻ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. എൻ്റെ പേര് ശരണ്യ ശശി. ഈ വരുന്ന ഡിസംബർ 9-ാം തീയതി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൂക്കന്നൂർ ജനകീയ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് ഞാൻ മത്സരിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ജനകീയ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സ്വയം ഒരു തീരുമാനം എടുത്തതിന് ശേഷം കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ എന്നെ നേരിട്ട് കണ്ടു എന്നോട് ചോദിച്ചു, സീറ്റ് ചോദിക്കായിരുന്നില്ലേ, താല്പര്യമുണ്ടായിരുന്നോ, ഞങ്ങൾ സീറ്റ് തന്നേനെ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ നമുക്ക് ഒരാൾ സ്ഥാനം തന്നതിന് ശേഷം നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുണ്ട് എന്ന് അവർ മനസ്സിലാക്കിയപ്പോൾ അവർ നമ്മുടെ കൂടെ നിൽക്കാൻ വന്നു. അങ്ങനെയല്ല ചെയ്യേണ്ടത്. ഈ ജനകീയ വികസന മുന്നണിയുടെ സ്ഥാനാർത്ഥിയായതെന്ന് ചോദിച്ചാൽ മറ്റ് രാഷ്ട്രീയ പാർട്ടിക്കാർ തങ്ങൾക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവരുടെ സ്വന്തമായ ഞാൻ ഈ വരുന്ന ഡിസംബർ 9-ാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മൂക്കന്നൂർ വികസന സമിതി നയിക്കുന്ന ജനകീയ വികസന മുന്നണിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയായി 7-ാം വാർഡിൽ മത്സരിക്കുകയാണ്. തീർച്ചയായിട്ടും മൂക്കന്നൂർ പഞ്ചായത്ത് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വോട്ടുകൾ രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. തിരഞ്ഞെടുപ്പുകൾ ഉത്സവമായി ആഘോഷിക്കുന്ന പരമ്പരാഗത മുന്നണികളും സ്ഥാനാർത്ഥികളും വോട്ടിന് നോട്ടും മദ്യസൽക്കാരവും നടത്തുന്നു എങ്കിൽ പുതിയ തലമുറയിൽ മദ്യപാനാസക്തി വളരുന്നതിനും നോട്ടും മദ്യവും വിളമ്പുന്നവരെ ഒറ്റപ്പെടുത്തുക. നിലവിലുള്ള നികുതികൾ പോരാഞ്ഞിട്ട് എല്ലാ നികുതികളും 10 മടങ്ങ് വർദ്ധിപ്പിച്ച് ജനങ്ങളുടെ മേൽ നികുതി ഭാരം അടിച്ചേൽപ്പിച്ച്
അടിച്ച് കൊള്ളയടിച്ചത് മതിയാകാഞ്ഞിട്ട് ദൈവത്തിന്റെ സ്വർണം ചെമ്പാക്കി കൊള്ളയടിച്ചവരെയും മുന്നണി വ്യത്യാസമില്ലാതെ സംസ്ഥാന വ്യാപകമായി സഹകാരികളുടെ നിക്ഷേപം കൊള്ളയടിച്ചു